പഴയ ആംബുലൻസ് ഇപ്പോൾ സ്പിരിച്വൽ കെയർ യൂണിറ്റ്. അമേരിക്കയിലെ സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂട് ഏറ്റെടുത്ത ആയിരങ്ങൾ. വിശ്വാസികൾ എവിടെയായിരുന്നാലും അവരെ കണ്ടുമുട്ടുവാനും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിപ്പിക്കുവാനുമായി അമേരിക്കയിലെ ലാസ് വേഗാസിൽ ആരംഭിച്ച സ്പിരിച്വൽ കെയർ യൂണിറ്റ് ആംബുലൻസ് ഏറെ ശ്രദ്ധ നേടുന്നു. ദിവ്യകാരുണ്യ ഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന കമ്മ്യൂണിറ്റി ഓഫ് ജീസസ് ക്രൂസിഫൈഡ് CJC സന്യാസ സമൂഹ അംഗങ്ങളാണ് അനുരഞ്ജന കൂദാശ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവ പുരോഹിതനായിരിക്കെ ഹോസ്പിറ്റലിൽ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടെന്ന ആശയം മനസ്സിലുദിക്കുന്നതെന്ന് CJCയുടെ സുപ്പീരിയറായ ഫാദർ മൈക്കൽ ഷാംപെയിൻ ചർച്ച് പോപ്പിനോട് വിവരിച്ചു. ജനങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ എത്തി അവർക്ക് സുവിശേഷം പകരുവാനും കുമ്പസാരിപ്പിക്കുവാനുമായി നടപ്പിലാക്കിയ പദ്ധതിയാണിത്. ഒരു ആംബുലൻസാണ് മൊബൈൽ കുമ്പസാരക്കൂടാക്കി മാറ്റിയിരിക്കുന്നത്. തെരുവുകളിൽ ജനങ്ങൾക്ക് സുവിശേഷം പകരുവാനും കുമ്പസാരിപ്പിക്കുവാനുമായി ഒരു പഴയ ആംബുലൻസ് സ്പിരിച്വൽ കെയർ യൂണിറ്റാക്കി മാറ്റിയാൽ അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് കുമ്പസാരമെന്ന കൂദാശ കൂടുതൽ ലഭ്യമാക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ താൻ ഓൺലൈൻ പോർട്ടലായ ഇബേയിൽ നിന്നും പഴയ ആംബുലൻസ് വാങ്ങിക്കുകയും അതൊരു സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടായി പരിവർത്തനം ചെയ്യുകയുമായിരുന്നുവെന്ന് ഫാദർ ഷാംപെയിൻ വിവരിച്ചു. 2015 ഡിസംബറിൽ വാങ്ങിയ ആംബുലൻസ് ഇതുവരെ 500ഓളം സ്ഥലങ്ങളിൽ നിർത്തി ജനങ്ങളെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. ഫിഷിംഗ് ടൂർണമെന്റ്, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ, ബ്രൂവറീസ്, കെട്ടിട നിർമ്മാണ സൈറ്റുകൾ, സിനിമാ തിയേറ്ററുകൾ, ഇടവക പരിപാടികൾ, ക്യാമ്പുകൾ എന്നിവിടങ്ങളിലാണ് ഇവർ തങ്ങളുടെ സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടുമായി എത്തുന്നത്. ചിലയിടങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം പോകുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ പതിവായി പോകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ഈ ഉദ്യമത്തിന് കത്തോലിക്കരിൽ നിന്നും അകത്തോലിക്കരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം അതിശയിപ്പിക്കുന്നതാണെന്നാണ് ഷാംപെയിൻ പറയുന്നത്. ആദ്യമൊക്കെ തങ്ങൾ കുമ്പസാരിക്കുവാൻ വരുന്നവരെ എണ്ണാറുണ്ടായിരുന്നെന്നും എന്നാൽ എണ്ണം 10,000 കവിഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളും ശുശ്രൂഷകളും കൂടുതലായും നടത്തിയത് പാതകളിലും ഇടവഴികളിലുമാണ്. അതിനാൽ നമ്മളും ഇത് നമ്മുടെ പ്രേക്ഷിത വേലയുടെ ഭാഗമാക്കി മാറ്റണം. കൂടുതലായി 2 ആംബുലൻസുകൾ കൂടെ കൂട്ടിച്ചേർത്തതിന് പുറമെ നഴ്സിംഗ് ഹോമുകളിൽ ഉപയോഗിക്കുന്നതിനായി പരിവർത്തനം ചെയ്ത യു-ഹോൾ ട്രെയിലറും ഇന്ന് ഇവരുടെ പക്കലുണ്ട്. തങ്ങളുടെ മാതൃക അനുകരിക്കുവാൻ മറ്റു ചില രൂപതകളും പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1986 ഫാദർ ജെറോം ഫ്രേ ആണ് വൈദികരെയും കന്യാസ്ത്രീകളെയും ബ്രദർമാരെയും അൽമായരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് CJC സമൂഹത്തിന് സ്ഥാപനം കുറിച്ചത്. സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടിന് പുറമെ പൊതുസ്ഥലങ്ങളിൽ വർഷം തോറുമുള്ള ബൈബിൾ വായന, 40 മൈൽ ദൈർഘ്യമുള്ള ദിവ്യകാരുണ്യ ബോട്ട് പ്രദക്ഷിണം തുടങ്ങിയ പരിപാടികളും ഇവർ നടത്തുന്ന ശ്രദ്ധേയമായ ശുശ്രൂഷകളിൽ ചിലത് മാത്രമാണ്.